വചനം തിരുവചനം. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കർത്താവും രക്ഷകനുമായ കെട്ടുകളഴിക്കാൻ കെൽപ്പുള്ളവനായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ നാമത്തിൽ നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കെട്ടുകളഴിക്കുന്ന, ബന്ധനങ്ങളഴിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശക്തി നാം തിരിച്ചറിയണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ അഴിക്കുന്ന കെട്ടുകൾ ഞാൻ സ്വർഗത്തിലും അഴിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന കെട്ടുകൾ ഞാൻ സ്വർഗത്തിലും അഴിക്കും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കെട്ടുകൾ അഴിക്കാൻ കഴിവുള്ളവനാണ് ഈശോ. കെട്ടുകൾ അഴിക്കാൻ ശക്തനാണ് ഈശോ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കെട്ടുകൾ ഈശോയുടെ അടുത്ത് നമ്മൾ കൊണ്ടു കൊടുക്കണം എന്ന് മാത്രം. എന്താണ് ഈ കെട്ടുകളുടെ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇതിൽ കുറവുകളുണ്ടാകാം, പക്ഷേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിശാചാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കെട്ടിടുന്നത്. എബ്രായർക്കുള്ള ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാച്, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള സാത്താൻ. കർത്താവ് ശക്തമായ മരണത്തിലൂടെ ആ ശക്തിയെ എടുത്തു കളഞ്ഞു. അപ്പം മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാച് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ചില കെട്ടുകൾ ഇടാനായിട്ടുള്ള കഴിവ് ഉണ്ട്. പിശാചാണ് മരണം കൊണ്ടുവരുന്നത്, പാപമാണ് മരണം കൊണ്ടുവരുന്നത്. ചില ഏറ്റവും വലിയ കെട്ടാണ് മരണം. ആ കെട്ടിൽ നിന്ന് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ മറ്റു ചില കെട്ടുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ കെട്ടുകളുടെ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു കെട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഒരു വസ്തുവിനെ നമ്മൾ ഇങ്ങോട്ട് തള്ളി എന്ന് വിചാരിക്കുക, നാച്ചുറലായിട്ട് അത് ഇങ്ങോട്ട് വീഴണം. എന്നാൽ പിശാച് ഒരു കെട്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വീഴുന്നതിന് പകരം അത് ഇങ്ങോട്ട് വീഴും. അതാണ് ഈ കെട്ടുകളുടെ പ്രത്യേകത. അല്ലെങ്കിൽ നേരെയാണ് കെട്ടിട്ടിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ വീഴേണ്ട ഒരു വസ്തു, ഒരു കാര്യം ഫോഴ്സ് കൂടി അങ്ങോട്ട് വീഴും. അപ്പം ചില കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പൗലോസ്ലീഹ പറഞ്ഞു, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ, നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. ഇതിൻ്റെ കാരണം എന്നാ? പൗലോസ്ലീഹ പറയുന്നത് എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പോൾ ചില കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആഗ്രഹിക്കാത്ത പാപത്തിലേക്ക് ഞാൻ വീണുപോകുന്ന കെട്ടുകൾ, അത് ദൈവമല്ല ഇടുന്നത്, അത് ദൈവമല്ല കൊണ്ടുവരുന്നത്, അത് കൊണ്ടുവരുന്നത് തിന്മയുടെ ശക്തിയാണ്. ഇത് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് ഒരു കെട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഒരു കൊച്ചുകുട്ടി, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട് സന്ദർശിക്കാൻ പോയപ്പോൾ ആ കുട്ടി മൊബൈൽ ഫോണിൽ ഇങ്ങനെ കളിക്കുകയാണ്. 2-2.5 വയസ്സേ കുട്ടിക്ക് പ്രായമുള്ളൂ. ആ മൊബൈൽ ഫോണിൽ ആ കുട്ടി ഇങ്ങനെ കളിക്കുകയാണ്. പ്രാർത്ഥനയുടെ സമയമായപ്പോൾ അവൻ്റെ അമ്മ ആ മൊബൈൽ ഫോൺ എടുത്ത് മാറ്റാനായിട്ട് പരിശ്രമിക്കും. ആ മൊബൈൽ ഫോൺ ചോദിക്കുന്നു, അവൻ കൊടുക്കുന്നില്ല. അവസാനം ബലം പിടിച്ച് വാങ്ങിക്കഴിഞ്ഞപ്പോൾ കരച്ചിലായി, ഇടിയായി, അമ്മേനെ വരെ ഇടിക്കുന്ന ഒരു കുഞ്ഞായിട്ട് അവൻ മാറുകയാണ്. ഇതാണ് ആ കെട്ട്. സാധാരണ നിലയ്ക്ക് ഒരു മൊബൈൽ ഫോൺ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കൈകൂപ്പി നിൽക്കണം. എന്നാൽ ഈ കെട്ട് വീണ് കഴിയുമ്പോൾ ഒരു വസ്തു നമ്മിൽ നിന്ന് മാറിക്കഴിഞ്ഞ അവസ്ഥയിൽ നമ്മൾ പ്രതികരിക്കുന്നത് വളരെ പ്രത്യേകമായ രീതിയിലാണ്. അവൻ കരച്ചിലും ബഹളമായി, അവൻ്റെ കരച്ചിൽ മാറ്റാൻ പറ്റുന്നില്ല. അവസാനം മൊബൈൽ ഫോൺ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിശാചിടുന്ന കെട്ട് കണ്ട് ഒരു കൊച്ചു കുട്ടിയിൽ വരെ പിശാചിടുന്ന, തിന്മയുടെ ശക്തി ഇടുന്ന കെട്ട്, നമ്മൾ അഡിക്ഷൻ എന്നൊക്കെ അതിനെ വിളിക്കുമായിരിക്കും. ഈ കുട്ടി വലുതായാൽ എന്തായിരിക്കും അവസ്ഥ? പലതരത്തിലുള്ള കെട്ടുകൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ കെട്ടുകൾ വീണ ഒരു മകനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവൻ 24 മണിക്കൂറും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ്. അവൻ വീട്ടിൽ റൂമിൽ അടച്ചിട്ട് 24 മണിക്കൂറും കമ്പ്യൂട്ടറിന് മുമ്പിൽ ചിലവഴിക്കുന്ന ഒരു മകൻ. അവൻ്റെ കെട്ട് കണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ? സാധാരണ ഒരു മനുഷ്യൻ്റെ പുഷ് അനുസരിച്ചല്ല അവൻ്റെ ജീവിതം പോകുന്നത്. അവൻ്റെ ജീവിതം വേറെ ഡയറക്ഷനിലേക്ക് വീഴുകയാണ്. അപ്പൻ പറയുന്നു, അവന് ദേഷ്യം വന്ന് വീണ്ടും അവൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ അത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിൽ അവൻ ചെയ്യുന്നത്. അങ്ങനെ അഡിക്ഷൻ മാറാൻ വേണ്ടി അവൻ എൻ്റെ അടുത്ത് വന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. ചില കെട്ടുകൾ ഉണ്ട് എന്ന് നമ്മൾ അത് കെട്ടാണ്, പിശാചിരിക്കുന്ന കെട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു സഹോദരൻ അവൻ മദ്യപാനമൊക്കെ നിർത്തി വീട്ടിലേക്ക് വന്ന് അന്ന് തന്നെ അവൻ വീണ്ടും മദ്യപിക്കാനായിട്ട് പോയി. അവൻ്റെ കെട്ട് എന്തായിരുന്നു അറിയാമോ? അവൻ്റെ ഭാര്യ അവനേക്കാൾ വലുതാകരുത് എന്നൊരു കെട്ട് അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിശാചിട്ട് വെച്ചിരിക്കുക. മദ്യപാനം നിർത്തി സന്തോഷത്തോടെ ജീവിക്കാവുന്ന ഒരവസ്ഥയിൽ അവൻ എത്തിച്ചേർന്നതാണ്. എന്നാൽ ഭാര്യയ്ക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാകരുത് എന്നുള്ള ചിന്തയിൽ
ഭാര്യയ്ക്ക് അതുകൊണ്ട് പേരുണ്ടാകരുത്, ഭാര്യയാണ് എൻ്റെ മദ്യപാനം നിർത്താനുള്ള കാരണം, അങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് അന്ന് തന്നെ അവൻ മദ്യം കഴിച്ച് അവൻ ഭാര്യയോട് ദേഷ്യം തീർക്കുകയാണ്. അപ്പോൾ അവൻ്റെ കെട്ടുപോയത് കണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ? മദ്യം കഴിക്കാതെ സമാധാനത്തോടെ അവന് ജീവിക്കാമായിരുന്നു. എന്നാൽ ഈ കെട്ടിൽ വീണ് കഴിഞ്ഞപ്പോൾ ഭാര്യയോടുള്ള ദേഷ്യം വീണ്ടും ആ പാപത്തിലേക്ക് അവനെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. ഇതുപോലെ ചില കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ആദ്യത്തെ കാര്യം. അപ്പം എൻ്റെ കെട്ടുകൾ എന്നാ നമ്മൾ തിരിച്ചറിയാനുള്ള മാർഗ്ഗം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. രണ്ടാമതായി, ഈ കെട്ടുകൾ ചെറുതാണോ വലുതാണോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ചിലരുടെ പാപത്തിൻ്റെ കെട്ടുകൾ വളരെ വലുതാണ്. ചിലർ കേൾക്കാറുണ്ട്, ഈ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുന്നില്ല, ചില പാപങ്ങളിൽ നിന്ന് എനിക്ക് അറയ്ക്കുന്ന പാപമാണ്, എനിക്ക് അതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. ചില കെട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അവർ മനസ്തപിക്കുന്നുണ്ട്, പക്ഷെ അതിന് മോചനം അങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതേസമയം ചെറിയ കെട്ടുകളുണ്ട്. ഒരു ഉദാഹരണം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അവന് 7:30 ഭക്ഷണം കിട്ടണം. 7:30 ഭക്ഷണം, നല്ല കാര്യം, 7:30 ഭക്ഷണം കിട്ടണം. ഞാൻ ചോദിച്ച അദ്ദേഹത്തിൻ്റെ അടുത്ത്, ആ 7:30 ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വെച്ചാൽ എനിക്ക് നല്ല ദേഷ്യം വരും, ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെടും, ഭാര്യയുടെ അടുത്ത് ചൂടാവും. എന്തായിരുന്നു എനിക്ക് ഇത്ര സമയം പണി, ഞാൻ അധ്വാനിച്ച് വരുന്നത് നീ കണ്ടില്ലേ, എനിക്ക് എന്തോരം ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങും. കണ്ടപ്പോഴുള്ള ചെറിയ കെട്ടാണ്. 7:30 ഭക്ഷണം കിട്ടണം എന്നുള്ളത് നല്ല കാര്യം, പക്ഷേ അത് കിട്ടിയില്ലെങ്കിലോ അവൻ വീഴുന്ന വീഴ്ച കണ്ടോ? അവൻ ക്ഷമയിലേക്കല്ല അവൻ വീഴുന്നത്, പോട്ടെ സാരമില്ല, അവൾക്ക് തിരക്കുണ്ടാകാം എന്നല്ല അവൻ ചിന്തിക്കുന്നത്, മറിച്ച് അവൻ ചിന്തിക്കുന്നത് ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ്. ഇതാണ് കെട്ടുകൾ എന്ന് പറഞ്ഞാൽ. ചെറിയ കെട്ടാണ്. പക്ഷേ ഇപ്പോഴുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കെട്ടാണെങ്കിലും വലിയ കെട്ടാണെങ്കിലും കെട്ടുകളുള്ള ഒരു വ്യക്തിക്ക് ഉയർന്നു പറക്കാൻ കഴിയില്ല. ആത്മീയ പിതാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പക്ഷിയെ നീ ഒരു ചങ്ങല കൊണ്ട് കെട്ടുക, ചെറിയ ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടുക, ഇരുമ്പ് കമ്പി. വേറൊരു പക്ഷിയെ ചാക്ക് ചിരണ്ട് കൊണ്ട് കെട്ടുക, ഫലം ഒന്ന് തന്നെയാണ്. ഇരുമ്പ് കൊണ്ട് കെട്ടിയാലും ചാക്ക് ചിരണ്ട് കൊണ്ട് കെട്ടിയാലും ആ കിളിക്ക് പറക്കാനായി സാധിക്കുകയില്ല. കെട്ടിൻ്റെ ഫലം ഒന്ന് തന്നെ. അതുകൊണ്ട് ചില ആളുകൾ പറയാണ്, ഞാൻ വലിയ പാപങ്ങളൊന്നും ചെയ്യണില്ല, ചെറിയ കെട്ട് മതി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് പറക്കാൻ പറ്റില്ല, ആത്മീയതയിലേക്ക് ഉയരാനായി സാധിക്കില്ല, കർത്താവിൻ്റെ ആ സന്നിധി പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല, ഉയർന്നു പറക്കാനായിട്ട് സാധിക്കില്ല. കിളി ഫലത്തിൽ പറക്കാൻ സാധിക്കാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കിളിയായി മാറുന്നത് പോലെ ചെറിയ കെട്ടാണെങ്കിലും വലിയ കെട്ടാണെങ്കിലും അവൻ അങ്ങനെ തന്നെ മാറുന്നു. ചില വ്യക്തികൾ പറയും, ഞാൻ നുണ പറയേണ്ടെന്നുള്ള അച്ഛാ, ഞാൻ മദ്യപിക്കാനോ വ്യഭിചാരം ചെയ്യാനോ പോകുന്നില്ല. ചില ആൾക്കാർ പറയും, ഞാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള അച്ഛാ, ഞാൻ അന്യരുടെ വസ്തുക്കൾ തട്ടിപ്പറിക്കാനോ അന്യൻ്റെ ഭാര്യയെ മോഹിക്കാനോ ദൈവത്തിൻ്റെ 1-ാം പ്രമാണം ലംഘിക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. അച്ഛൻ ഞാൻ കർത്താവിൻ്റെ ദിവസം അത്രയും കൂടെ പരിശുദ്ധമായിട്ട് ആചരിക്കാറില്ല, പക്ഷേ ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്യാറുണ്ട്, ചാരിറ്റി ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതൊക്കെ ഒരു കെട്ടിൽ കിടക്കുന്ന ആൾ പറയുന്ന വചനങ്ങളാണ്, വാക്കുകളാണ്. അവന് പറക്കാനായി സാധിക്കില്ല. അത് ചെറിയ കെട്ടാണെങ്കിലും വലിയ കെട്ടാണെങ്കിലും, ഒരു കൽപ്പന ലംഘിക്കുന്ന കെട്ടാണെങ്കിലും 10 കൽപ്പന ലംഘിക്കുന്ന കെട്ടാണെങ്കിലും അവന് പറക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ അത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, നട്ടപ്പോഴും പറച്ചപ്പോഴും ഒരു കൊട്ട, ഒരു മാറ്റമില്ല, ഇങ്ങനെ തന്നെ. 50 കൊല്ലം മുമ്പ് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു തുടങ്ങിയതാ, 50 വർഷം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു, എൻ്റെ ആത്മീയതയിൽ ഒരു വളർച്ചയുമില്ല. കാരണം ചെറിയ കെട്ടായിരിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ. ആ കെട്ടുണ്ടെങ്കിൽ എനിക്ക് ഉയരാനായി, ആത്മീയതയിൽ വളരാനായി സാധിക്കില്ല. കുറേ ആളുകളുടെ വിഷമമാണ്, എന്തുകൊണ്ട് എനിക്ക് ആത്മീയതയിൽ ഉയരാൻ പറ്റുന്നില്ല, എൻ്റെ കർത്താവുമായുള്ള ബന്ധത്തിൽ, കർത്താവുമായുള്ള പൂർണ്ണമായ ഐക്യത്തിൽ എന്തുകൊണ്ട് എനിക്ക് എത്താൻ പറ്റുന്നില്ല? ഈ കെട്ടായിരിക്കും അതിൻ്റെ കാരണം. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം വിശുദ്ധ ആഗസ്തീനോസ് പറയുന്ന ഒരു കാര്യമാണ്. പിശാച് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കും. അവൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കും, പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം തരില്ല. ഒരു കെട്ടിൽ നമ്മളിടും. ആ കെട്ടിങ്ങനെയാണ്, ഒരു ജയിലിൽ, വിശാലമായ സൗകര്യങ്ങളുള്ളൊരു ജയിൽ, പക്ഷേ ആ ജയിലിൻ്റെ പ്രധാന വാതിൽ പൂട്ടി താക്കോൽ അവൻ കയ്യിൽ വയ്ക്കും. നിനക്ക് അത് വിട്ട് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അതിനുള്ളിൽ കുറേ കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ പുറത്തേക്ക് കടക്കാനായിട്ട് നിനക്ക് സാധിക്കില്ല. അങ്ങനെ ചില കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് നമ്മൾ തിരിച്ചറിയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നമ്മൾ നേടണം എന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മകൻ്റെ ഈശോ മോചിപ്പിച്ച കെട്ട്, ഈശോ അഴിച്ച ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഒരു സഹോദരൻ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ശുശ്രൂഷ സ്വീകരിക്കാനായിട്ട് വന്നു. അവൻ്റെ വീടിൻ്റെ 15 ജനലകൾ തകർത്തിട്ടാണ് വന്നത്. വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും അപ്പുറത്തെ വീട്ടിലേക്കും പറമ്പിലേക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് അവൻ വന്നത്. അവൻ്റെ ഭാര്യയെ അവൻ വണ്ടിയിൽ കയറ്റി, കാറിൽ കയറ്റി മതിലിടിച്ച് അവനും ഭാര്യയും മരിക്കാൻ തയ്യാർ. അങ്ങനെ വന്ന ഒരു മകനാണ്. അവൻ്റെ കെട്ടിൻ്റെ വലുപ്പം നിങ്ങൾ നോക്കുക, വലിയൊരു കെട്ടാണ്. ആ മകൻ വന്നു, അവൻ ശുശ്രൂഷയൊക്കെ സ്വീകരിക്കുകയാണ്. അവൻ്റെ ഭാര്യ അവനെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവനെ കാണണ്ട, ആ മകനെ ഇപ്പോൾ കാണണ്ട, നീ വീട്ടിലേക്ക് പൊക്കോളൂ, പിന്നീട് കാണാം. പക്ഷേ ഭാര്യ വന്ന കാര്യം അവൻ ആ ശുശ്രൂഷ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കി കണ്ടുപിടിച്ചു. അവന് ദേഷ്യവും വെറുപ്പും എല്ലാം വന്നു. പിന്നെയുള്ള സഹോദരനെ, അവൻ ഒരു ഭ്രാന്തനെ പോലെ അലറാൻ തുടങ്ങി, ഭാര്യയെ പ്രാകാൻ തുടങ്ങി, ശപിക്കാൻ തുടങ്ങി, ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ഉറക്കെ ഓളിയിടാൻ തുടങ്ങി. അവന് ഒരു കൺട്രോളും ഇല്ലാത്ത രീതിയിൽ അവൻ പെരുമാറാൻ തുടങ്ങി. കണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയൊരു കെട്ടാണിത്. വലിയൊരു കെട്ട് പിശാച് ഇട്ട് വെച്ചിരിക്കുകയാണ് അവൻ്റെ ജീവിതത്തിൽ. അവൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല. അവനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ആർക്കും സമാധാനമില്ല. വചനത്തിൽ പറയുന്നത് പോലെ ഒരു പിശാച് ബാധിതൻ സിമിത്തേരിയിൽ കല്ലറകൾക്കിടയിൽ കഴിഞ്ഞിരുന്നു. ആ വഴിക്ക് പോകുന്ന എല്ലാവരെയും അവൻ പീഡിപ്പിച്ചിരുന്നു, സ്വസ്ഥത കളഞ്ഞിരുന്നു എന്ന് പറയുന്ന പോലെ ഇവൻ എല്ലാവരുടെയും സ്വസ്ഥത നശിപ്പിക്കുകയാണ്. ഒരു സമാധാനവും ഇവന് ചുറ്റും ജീവിക്കുന്നവർ ആർക്കും ഇല്ല. ഈ അഗ്നിപർവ്വതത്തിൻ്റെ അടുത്ത് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, അഗ്നിപർവ്വതം എപ്പോഴാണ് പൊട്ടാന്ന് അറിയില്ല. അതിൻ്റെ അടുത്ത് ജീവിക്കുന്നവരുടെ അവസ്ഥ പോലെയാണ് ഇവൻ്റെ കൂടെ ജീവിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ. ഈ ഒരു ചെറിയ ഭാര്യ കാണാതെ പോകുന്ന ഒരു ചെറിയ അനുഭവം ഇവൻ്റെ ജീവിതത്തിൽ വലിയ അലർച്ചയാക്കിയിട്ട് ഇവൻ മാറ്റുകയാണ്. ഇവൻ ഓളിയിടുകയാണ്. ഓളിയിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു, മോനെ ഇരിക്കും മോനെ. അവൻ ഇരിക്കുന്നില്ല. ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ അവനോട് ഇരിക്കാൻ പറഞ്ഞു. അവസാനം അവൻ ഇരുന്നു. പക്ഷേ അവൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ ഭാര്യ എനിക്ക് ഇപ്പം ഡിവോഴ്സ് ചെയ്യണം, എൻ്റെ ഭാര്യ ഇപ്പോൾ വിവാഹമോചനം നടത്തണം, അവളെ എനിക്കിനി വേണ്ട, എൻ്റെ വീടിൻ്റെ കട്ടിളയിൽ ഇരുന്ന് എനിക്ക് ഉറങ്ങണം. 1 മണിക്കൂർ ഞാൻ അവനോട് സംസാരിച്ചു. ഞാൻ എന്ത് സംസാരിച്ചാലും അവൻ്റെ മറുപടി ഇതാണ്, എനിക്ക് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണം, എൻ്റെ വീടിൻ്റെ കട്ടിലയിരുന്ന് എനിക്ക് ഉറങ്ങണം. ഇത് മാത്രമാണ്. 1.5 മണിക്കൂർ ഞാൻ അവനോട് സംസാരിച്ചു. മോനെ നീ സമാധാനമായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ പറയും, എനിക്ക് എൻ്റെ ഭാര്യ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യണം, എനിക്ക് ആ വീടിൻ്റെ കട്ടിലയിലിരുന്ന് ഉറങ്ങണം. മോനെ അവൾ പോയി, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോകാം. എന്നാലും അവൻ പറയും, എൻ്റെ ഭാര്യ എനിക്ക് ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യണം, എനിക്ക് ആ കട്ടിലയിലിരുന്ന് ഉറങ്ങണം. ഈ ഒറ്റ കാര്യം മാത്രം. ചില ആളുകൾ പിടിവാശി പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ഒരു പ്രത്യേക രീതിയിലുള്ള പിടിവാശി. ഇതൊരു പ്രത്യേക കെട്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. എൻ്റെ സൈക്കോളജിസ്റ്റ്, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞു, അച്ചോ മിക്കവാറും ഇവൻ ആത്മഹത്യ ടെൻഡൻസിയുള്ള മകനാണ്. കണ്ടോ, അടുത്ത കെട്ടിലേക്ക്, ഒരു കെട്ടിൽ നിന്ന് അടുത്ത കെട്ടിലേക്ക് പിശാച് കൊണ്ടുപോകണം. ഏറ്റവും വലിയ കെട്ട് മരണത്തിൻ്റെ കെട്ടാണ്. ആ മരണത്തിൻ്റെ കെട്ടിൽ നിന്നാണ് കർത്താവ് നമ്മളെ മോചിപ്പിച്ചത്. അപ്പോൾ ഇവൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമായിരിക്കുമെന്ന് സൈക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞു. ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുടെ മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഒരു ബ്ലെസ്സിങ്ങും അവന് കൊടുത്ത് ഞാൻ അവിടെ വരുന്നു. 1.5 മണിക്കൂർ അവനോട് സംസാരിച്ചിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പേടിച്ച് അവൻ്റെ ഭാവങ്ങളൊക്കെ കണ്ട് പേടിച്ച് ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, രാത്രിയായപ്പോൾ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഇന്ന് കാണണ്ട മോനെ, നാളെ കാണാം. അല്ല അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, നാളെ കാണാം. വിശുദ്ധ കുർബാനയിൽ തീഷ്ണമായി അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയിൽ എല്ലാ കെട്ടുകളും തകർത്ത് കളയുന്ന വിശുദ്ധ കുരിശിൻ്റെ നാമത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന കഴിഞ്ഞ് എൻ്റെ റൂമിലേക്ക് ഞാൻ വരുമ്പം ഈ മകൻ എൻ്റെ കാലിൽ വന്ന് കെട്ടിപ്പിടിച്ച് എന്നോട് മാപ്പ് പറഞ്ഞു. അച്ഛാ, എന്നോട് ക്ഷമിക്കച്ഛ. അച്ഛൻ എപ്പോൾ പോകാൻ പറയുന്നു അപ്പോൾ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. അതുവരെ ഈ ശുശ്രൂഷ സ്വീകരിച്ച് ഞാനിവിടെ താമസിച്ചു കൊള്ളാം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിൻ്റെ ഭാര്യയുടെ അടുത്ത് നിനക്ക് വിവാഹമോചനം വേണ്ടേ? ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് തെറ്റുപറ്റിപ്പോയി. അവൻ ആ കെട്ടിൽ നിന്ന് ദൈവം അങ്ങോട്ട് മോചിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം ഒരുമിച്ച് അവരിരുന്ന് ആഘോഷിച്ചു. ആ സ്ത്രീ ഒരു ക്രിസ്തീയ വിശ്വാസിയല്ല. ക്രിസ്തീയ വിശ്വാസിയല്ലാത്ത ആ സ്ത്രീയും ക്രിസ്തീയ വിശ്വാസിയല്ലാത്ത ആ സഹോദരനും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കുന്നതിനിടയിൽ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ 10 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷത്തിനിടയ്ക്ക് ഇതുവരെ സമാധാനപൂർണ്ണമായി ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ ഓണത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അച്ഛോ, അച്ഛൻ വിശ്വസിക്കുന്ന യേശുവാണ് ഇനി ഞങ്ങളുടെ ദൈവം. അച്ഛൻ വിശ്വസിക്കുന്ന യേശുവാണ് ഇനി ഞങ്ങളുടെ ദൈവം. പിന്നെയുള്ള സഹോദരങ്ങളെ, ഈശോയെ ഈശോദേവൻ, യേശുദേവൻ എന്ന്
അന്ന് തുടങ്ങിയിട്ട് അവർ വിളിച്ചു തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കെട്ടിൽ നിന്ന് കർത്താവ് ആ മകനെ മോചിപ്പിക്കുകയാണ്. അവൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയാണ്. സമാധാനം എന്ന് പറയുന്ന സാധനം അവൻ്റെ കുടുംബത്തിൽ അടുത്ത പ്രദേശത്തോടെ പോയിട്ടില്ല, ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ കെട്ടിൽ നിന്ന് മോചനം കൊടുത്തപ്പോൾ ഒരു സമാധാനത്തിലേക്ക് അവൻ്റെ കുടുംബം നീങ്ങുകയാണ്. കെട്ടുകളിൽ നിന്ന് ക്രിസ്തുവിന് എന്നെ മോചിപ്പിക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിലെ കെട്ടുകളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. മിക്കവാറും ആളുകൾ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ വലിയ കെട്ടുകളൊന്നുമില്ല. മിക്കവാറും അത് നമ്മൾ വെറുതെ പറയുന്നതായിരിക്കും. നമ്മൾ ആഴമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സഹോദരങ്ങളെ, മനഃശാസ്ത്ര ഭാഷയും ഒക്കെയുണ്ട്. എങ്കിലും ഞാൻ ആത്മീയ ഭാഷ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്നിട്ടുള്ള മുറിവുകളിൽ നിന്നുണ്ടായിട്ടുള്ള കെട്ട്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോഴുള്ള കെട്ട് വരെയുണ്ട്. ഒരിക്കലൊരു സഹോദരി എന്നോട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. ഉറക്കത്തിൽ അവർ കരയുമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? അമ്മ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, വയറ്റിലായിരിക്കുന്ന സമയത്ത് അവൾ അബോർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നു പോലും. അത് ആ കുഞ്ഞിന് മനസ്സിലായി. ആ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ കരയുന്നു. വലുതായി കഴിഞ്ഞിട്ടും ഇടയ്ക്ക് കരയുന്ന ഒരു ഭയം ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. കണ്ടോ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ അമ്മയുടെ ഒരു തെറ്റുമൂലം ഒരു കെട്ട് നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ എങ്ങനെ വേണമെങ്കിലും അതിനെ വിളിക്കാം. ഒരിക്കലും ഒരു അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കാനായി ഒരു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു. നവജാത ശിശുക്കളുടെ വിഭാഗത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. ഒരു കുഞ്ഞ് ഇരുന്ന് കരയുന്നു. ആ കുഞ്ഞിനെ അച്ഛൻ പോയിട്ട് എടുത്ത് തട്ടി ഉറക്കിയിട്ട് അച്ഛൻ വീണ്ടും കിടത്തി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് വീണ്ടും കരയുന്നു. അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുഞ്ഞ് ഉറക്കത്തിലാണ് കരയുന്നത്. കുഞ്ഞ് ബോധപൂർവം കണ്ണു തുറന്ന് കരയുകയല്ല, ഉറക്കത്തിൽ ആ കുഞ്ഞ് കരയുന്നു. ഇതിൻ്റെ കാരണം അച്ഛൻ അന്വേഷിച്ചു പോയി. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് ഉറക്കത്തിൽ കരയുന്നത്? കാര്യം അന്വേഷിച്ചു പോയ അച്ഛൻ മനസ്സിലാക്കി, ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി ഗുളിക കഴിച്ചതാണ്. അത് ആ കുഞ്ഞിന് മനസ്സിലായി. ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കെട്ട് കടന്നു വന്നത് കണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ? ഇത് കെട്ടാണെന്ന് മനസ്സിലാക്കാനും ഈ കെട്ടിൽ നിന്ന് ക്രിസ്തുവിനെ എന്നെ മോചിപ്പിക്കാൻ പറ്റും എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. അത് വലിയ ഒരു അനുഗ്രഹമാണ്, വലിയൊരു കൃപയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് സാധിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. കർത്താവിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. നമ്മളൊരു പ്രാവശ്യം പാപം ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മളൊരു തരം അടിമത്തത്തിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്, ഒരു പ്രാവശ്യം കട്ടാൽ അവൻ പിന്നെയും കക്കും. ഇങ്ങനൊരു ചൊല്ല് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. കർത്താവിൻ്റെ വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. റോമാക്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ ആർക്ക് ബോധപൂർവം എന്നെ സമർപ്പിക്കുന്നുവോ അതിൻ്റെ അടിമയാണ് ഞാൻ. ബോധപൂർവം ഞാനൊരു പാപം ചെയ്താൽ, ബോധപൂർവ്വം ഒരു പാപത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചാൽ എൻ്റെ മേലൊരു കെട്ട് വീഴും, ഒരു പാപത്തിൻ്റെ കെട്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാനും നിങ്ങളും ആലോചിക്കണം, നമ്മളെന്തോരം പാപം ചെയ്തിട്ടുണ്ട്, അപ്പോൾ എത്രമാത്രം കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഈ കെട്ടിൽ നിന്ന് കർത്താവായ ക്രിസ്തുവിന് എന്നെ മോചിപ്പിക്കാൻ കഴിയും. ഈ കെട്ടിൽ നിന്ന് കർത്താവായ ക്രിസ്തുവിന് എൻ്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന കെട്ടിൽ നിന്ന് കർത്താവായ ക്രിസ്തുവിന് എന്നെ മോചിപ്പിക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, പുത്രൻ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. ഈശോ സ്വതന്ത്രനാക്കിയാൽ മതി എന്നെ, വേറൊന്നും വേണ്ട എനിക്ക്. എൻ്റെ ഈശോ എന്നെ സ്വതന്ത്രനാക്കിയാൽ മതി, ഞാൻ സ്വതന്ത്രനായി. പുത്രൻ സ്വതന്ത്രനാക്കിയാൽ, അതുകൊണ്ട് പുത്രൻ സ്വതന്ത്രനാക്കിയാലേ ഞാൻ സ്വതന്ത്രനാവുകയുള്ളൂ. ഇനി കർത്താവായ ക്രിസ്തു 2 പേർക്ക് ഇങ്ങനെ കെട്ടുകളിൽ നിന്നും മോചിപ്പിക്കാനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട്. ഒരാൾ പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ നമ്മെ കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവം ശക്തിപ്പെടുത്തിയ അമ്മയാണ്. ഈ അമ്മയെക്കുറിച്ച് ഒരു വാക്ക് പെട്ടെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ഈ അമ്മയെപ്പറ്റി നമ്മൾ ലുത്തിനിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, സ്വർഗത്തിൻ്റെ വാതിലെ. സ്വർഗത്തിൻ്റെ വാതിലെ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ നമ്മൾ ലുത്തിനിയിൽ മഹത്വപ്പെടുത്താറുണ്ട്. എന്താണ് ഈ സ്വർഗത്തിൻ്റെ വാതിൽ? സ്വർഗത്തിനൊരു വാതിലുണ്ടോ? ആ വാതിലിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റുമോ? എന്താണ് ഈ സ്വർഗത്തിൻ്റെ വാതിലിന് പറ്റിയത്?
ആദ്യ മാതാപിതാക്കൾ അവിശ്വസ്തത കാണിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ പറുദീസായിൽ നിന്ന് പുറത്താക്കി. 4 വശത്തേക്കും കറങ്ങുന്നൊരു വാൾ സ്ഥാപിച്ചു, കെരൂബുകളെ അവിടെ കാവൽ നിർത്തി. ഇതാണ് പറുദീസയുടെ വാതിൽ, സ്വർഗത്തിൻ്റെ വാതിൽ. ഇമാജിനറിയാണ്, ഭാവനയിൽ കാണുന്നതാണ്, എങ്കിലും അതിന് വലിയ അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വാതിൽ, ഈ 4 വശത്തേക്കും കറങ്ങുന്ന വാൾ പരിശുദ്ധ അമ്മ വഴിയായി ദൈവം അവസാനിപ്പിക്കുകയാണ്. അമ്മയുടെ വിശ്വസ്തത വഴിയായി ദൈവം അവസാനിപ്പിക്കുകയാണ്. കെരൂബുകളുടെ രാജ്ഞിയായി അമ്മയെ ഉയർത്തുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മാലാഖമാരുടെ രാജ്ഞി. കെരൂബുകളുടെ രാജ്ഞിയായിട്ട് അമ്മയെ ഉയർത്തുകയാണ്. ഇനി കെരൂബുകൾ അമ്മ പറഞ്ഞാൽ അനുസരിക്കും. ഈ വാള് അവിടെ നിൽക്കുകയാണ്. ഈ അമ്മ സ്വർഗത്തിൻ്റെ വാതിലാവുകയാണ്. ഇപ്പോൾ കെട്ടുകളായിട്ട് അവിശ്വസ്തത വീണിട്ട് പുറത്തുപോയ ഒരാളെ കെട്ടുകളഴിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അമ്മ വഴിയായി ദൈവം ഒരു പദ്ധതി ഒരുക്കുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ പഠിപ്പിച്ച കുരുക്കുകളഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന നമ്മളെല്ലാവരും ചൊല്ലുന്നുണ്ട്. കുരുക്കുകളഴിക്കുന്ന മാതാവിൻ്റെ വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ദൈവം കൊടുത്തുള്ള ശക്തിയാണ് അമ്മയ്ക്ക്. ക്രിസ്തുവാണ് അഴിക്കുന്നത്, എങ്കിലും ക്രിസ്തു പരിശുദ്ധ അമ്മ വഴിയായി ഈ കെട്ടുകൾ അഴിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കെട്ടുകൾ, കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. സ്വർഗത്തിൻ്റെ വാതിലിലേക്ക് അവൾ നമ്മളെ കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, നരകത്തിൻ്റെ ഒരു വാതിൽ തുറന്നാൽ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. എന്നാൽ പരിശുദ്ധ അമ്മ വഴിയായി സ്വർഗത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നു കിട്ടും. ആ വാതിലൂടെ നമുക്ക് പ്രവേശിക്കാം. കുരുക്കളഴിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാം. രണ്ടാമതായി, ഒരു സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന, പൗരോഹിത്യത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന വലിയ ശക്തിയുണ്ട്. യേശുവിൻ്റെ ശക്തി ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നത് സഭ പൗരോഹിത്യത്തിലൂടെയാണ്. പൗരോഹിത്യം വഴിയായിട്ട് അത് സാധിക്കും. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഭയങ്കര പവർഫുള്ളാണ്. ചില കെട്ടുകൾ അഴിയാൻ കർത്താവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അടുത്തേക്ക് പോവുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കെട്ടുകൾ അഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം വേറൊരിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല, വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് പോവുക. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാനയാണ് ബന്ധനങ്ങളിൽ നിന്ന് ദൈവം നമ്മെ മോചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം. വിശ്വാസികളെ ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ കുർബാനയിലും ബന്ധന പ്രാർത്ഥനയുണ്ട്. അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രാർത്ഥന. മറ്റെല്ലാ പ്രാർത്ഥനകളും ഈ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനയുടെ 7 അയലത്ത് പോലും എത്തുന്നില്ല എന്ന് നമ്മൾ അറിയണം. കാരണം വിശുദ്ധ കുർബാന ക്രിസ്തു തന്നെയാണ്, ദൈവം തന്നെയാണ് ഇറങ്ങി വരുന്നത്. ഈ കെട്ടുകളഴിക്കാൻ ശക്തിയുള്ള ദൈവപുത്രനാണ് ഇറങ്ങി വരുന്നത്. അതിനേക്കാൾ വലുതായി ഒന്നും തന്നെയില്ല. വിശുദ്ധ കുർബാനയുടെ ശക്തിയേക്കാൾ വലുതായ ഒരു ശക്തിയും ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, വിശുദ്ധ കുർബാനയിൽ ബന്ധന പ്രാർത്ഥനയുണ്ട്. സീറോ മലബാർ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്, സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുന്നതിന് തൊട്ടു മുൻപായിട്ട്. അതൊരു ബന്ധന പ്രാർത്ഥനയാണ്. സീറോ മലബാർ സഭയിലെ ശക്തമായ ബന്ധന പ്രാർത്ഥന. ലത്തീൻ സഭയിലുണ്ട്, ഡെലിവറസ് ലോർഡ്, ദൈവമേ എന്നെ മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ. ഇത് വളരെ ശക്തിയുള്ള ബന്ധന പ്രാർത്ഥനയാണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ള സഹോദരങ്ങളെ. വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചാൽ മാത്രം മതി. നമ്മുടെ ബന്ധനങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ അത് സമർപ്പിക്കുക. എങ്ങനെ തിരിച്ചറിയാം? എവിടെ എനിക്ക് മറ്റുള്ളവർ തൊട്ടാൽ പൊള്ളുന്നുവോ അവിടെ ഒരു കെട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഒരു പിശാച് ബാധിതനുണ്ട്. അവൻ നസ്രാന യേശു എന്തിനെ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു, നീ പോ എന്ന് പറഞ്ഞിട്ട് അലറും. നമ്മൾ എവിടെയെങ്കിലും കെട്ടുകളുണ്ടെങ്കിൽ ആ കെട്ടിൽ ആരെങ്കിലും തൊട്ടാൽ മിക്കവാറും നമ്മുടെ ഉള്ളിൽ നമ്മൾ അലറും. ഒരുപക്ഷെ അഹങ്കാരത്തിൻ്റെ കെട്ടാവും, അസൂയയുടെ കെട്ടാവും, മോഹത്തിൻ്റെ കെട്ടാവും, ജഡത്തിൻ്റെ കെട്ടാവും, ആസക്തിയുടെ കെട്ടാവും, അലസതയുടെ കെട്ടാവും, വെറുപ്പിൻ്റെ കെട്ടാവും, വിദ്വേഷത്തിൻ്റെ കെട്ടാവും. അവിടെ തൊട്ടാലുണ്ടല്ലോ പ്രിയമുള്ള സഹോദരൻ, നമ്മൾ അലറി തുടങ്ങും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ എനിക്കൊരു കെട്ടുണ്ട്. ഒരു കെട്ടാവണമെന്നില്ല, പല കെട്ടുകളുണ്ടാകാം, ചെറിയ കെട്ടുകളാകാം. വലിയ കെട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി പോകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയില്ല. കൊച്ചു കെട്ടുകളാകാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കൊച്ചു കെട്ടുകളുമായിട്ട് വിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് ചെല്ലുക. മാർഗറ്റ് മേരിയോട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ, നീ നിൻ്റെ നന്മകളെല്ലാം എനിക്ക് തന്നു, നിൻ്റെ പാപങ്ങൾ എവിടെയാണ്? നിൻ്റെ പാപങ്ങൾ എനിക്ക് താ, നിൻ്റെ കെട്ടുകൾ എനിക്ക് താ, നിൻ്റെ ഭാരങ്ങൾ എനിക്ക് താ. എന്നിട്ട് കർത്താവ് പറയാ, നിനക്ക്
എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, നിൻ്റെ ഈ കെട്ടുകളിൽ നിന്ന് നിനക്ക് മോചനം നൽകാം. നമ്മൾ ഉയർന്നു പറക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ഈശോയെ പോലെ ഞാൻ ആകണം. ഈശോ എങ്ങനെ പ്രാർത്ഥിച്ചില്ലേ? പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന്. ഈശോയുടെ പ്രാർത്ഥന നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. എത്ര മനോഹരമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ കെട്ടുകൾ ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ, പരിശുദ്ധ അമ്മയിൽ, വിശുദ്ധ പൗരോഹിത്യത്തിൽ ഇത് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ആത്മീയതയിൽ വളർത്താൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, മിക്കവാറും ഒരു കെട്ട് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും പ്രിയമുള്ളവരെ. യേശുവിൻ്റെ ശക്തിയാൽ അതെല്ലാം മാറിപ്പോകും എന്ന് വിശ്വസിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. അവൻ്റെ രക്തം, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് പോലെ, രക്തം ചിന്താതെ പാപമോചനമില്ല, രക്തം ചിന്താതെ കെട്ടുകളിൽ നിന്ന് മോചനമില്ല. നമ്മൾ ചിന്തേണ്ട ആവശ്യം ഇല്ല. ശരിക്കും നമുക്ക് വേണ്ടി ചിന്തിയ ക്രിസ്തുവുണ്ട്. അവന് മാത്രമേ എല്ലാ കെട്ടുകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. യേശു ക്രിസ്തുവിന് മാത്രം. പുത്രൻ സ്വതന്ത്രരാക്കിയാൽ നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. ആ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ, ആത്മീയതയിൽ ഉയരാൻ ദൈവം നമ്മെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കെട്ടുകൾ അഴിക്കുന്ന മാതാവ് ഈശോ കൊടുത്ത കൃപയാണ്. ആ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.